വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. അതിലൊന്നാമത്തെ വിവരം ലഖിസരായ് മണ്ഡലത്തിൽ BJPയുടെ ഉപമുഖ്യമന്ത്രി രണ്ടാമത്തെ ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹ പിന്നിലാണ്. അവിടെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. BJPയുടെ 2 ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാൾ വിജയ് കുമാർ സിൻഹയുടെ മണ്ഡലം ലഖിസരായിൽ ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. പക്ഷേ വലിയ ആശ്വാസം കോൺഗ്രസ് ക്യാമ്പിന് വേണം എന്ന് തോന്നില്ല. 79 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. ആകെ 2852 വോട്ടുകൾ ലഖിസരായിൽ എണ്ണുമ്പോൾ BJPയുടെ ഉപമുഖ്യമന്ത്രി അവിടെ പിന്നിലാണ്. വിജയ് കുമാർ സിൻഹ പിന്നിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അമരേഷ് കുമാർ 79 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇനി മറ്റൊരു കൗതുകകരമായ വിവരം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 12 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി 10 കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന എന്ന വിവരം പങ്കുവയ്ക്കുന്നു. പക്ഷേ 10-ൽ 7 സ്ഥലത്തും 1000-ൽ താഴെ മാത്രമാണ് ലീഡ്. 3 മാത്രമാണ് 1000-ന് മുകളിൽ ലീഡുള്ളത്. അതിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, പട്ന സാഹിബിൽ മാത്രമാണ് 2000-ന് മുകളിൽ 2500-ന് മുകളിൽ ലീഡുള്ളത്. അതായത് 2500-ന് മുകളിൽ ഒരിടത്ത്, ബാക്കി 7 1000-ൽ താഴെ മാത്രമാണ് ലീഡ്. മറ്റ് 2 മണ്ഡലങ്ങളിൽ 1000-ന് തൊട്ട് മുകളിലാണ് ലീഡ്. പട്ന സാഹിബ് മണ്ഡലത്തിൽ 2734, ലഖിസരായിൽ വെറും 79 വോട്ടിന്റെ ലീഡ്. ബഗുസരായിൽ 561 വോട്ടിന്റെ മാത്രം ലീഡ്. അങ്ങനെ 7 മണ്ഡലങ്ങളിൽ 1000-ൽ താഴെ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലീഡ്. 157-72 എന്താണ് 10 മണി പിന്നിടുമ്പോൾ വോട്ടെണ്ണലിന്റെ പുതിയ ചിത്രം. 157 NDA ലീഡ് ചെയ്യുന്നു, നിതീഷ് ടീം ലീഡ് ചെയ്യുന്നു. ബീഹാറിൽ വീണ്ടും 2 പതിറ്റാണ്ടിന്റെ ഭരണ തുടർച്ച വീണ്ടും നിതീഷിലൂടെ വീണ്ടും ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന മണിക്കൂറാണ്. വോട്ടെണ്ണലിന്റെ 2ാം മണിക്കൂർ പിന്നിടുമ്പോൾ നിതീഷ് കുമാർ വീണ്ടും അജയ്യനായി ബീഹാർ രാഷ്ട്രീയത്തിൽ അടുത്ത ഒരു 5 വർഷം കൂടി 2.5 പതിറ്റാണ്ടിലേക്ക് തന്റെ ഭരണ കാലയളവ് നീട്ടാൻ പോകുന്നു എന്ന ഫലശ്രുതി തന്നെയാണ്. 157-74-12. മറ്റുള്ളവർ 12 ലീഡ് ചെയ്യുന്നത്. 74 മാത്രമാണ് മഹാഗഡ്ബന്ധൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. RJD മെച്ചപ്പെട്ട പ്രകടനം 56 ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ലീഡ് 12 അതിൽ 10 സീറ്റുകൾ പരിശോധിക്കുമ്പോൾ കേവലം 7 1000-ൽ താഴെ മാത്രമാണ് ലീഡ് ഉള്ളത്. തീർച്ചയായും കോൺഗ്രസിന് ഇത് നൽകുന്ന സന്ദേശം എന്താണെന്ന ചോദ്യമുണ്ട്. ബസന്ത് തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കോൺഗ്രസ് ഉറപ്പായും ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഹരിയാന അവർ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന സഖ്യം മുന്നണി പരാജയപ്പെട്ടു. അതിനുശേഷം ഇതാ ബീഹാർ നഷ്ടപ്പെടുന്നു. ജാർഖണ്ഡ് ഒഴികെ ബാക്കി എല്ലായിടത്തും BJP അധികാരത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ജാർഖണ്ഡിൽ തന്നെ അത് കോൺഗ്രസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റിൽ എടുക്കാവുന്ന വിജയവുമല്ല. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു സംസ്ഥാനത്തെ മാറ്റി നിർത്തിയാൽ വിജയിച്ചു എന്ന ഒരു ഖ്യാതി BJPയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ മോദി പ്രഭാവം മങ്ങിയോ എന്ന ചോദ്യത്തിനു കൂടി ബീഹാർ ഉത്തരം നൽകുകയാണോ? തീർച്ചയായും ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രകടനം കോൺഗ്രസിൻ്റെ അത് മാത്രമായി ചർച്ച ചെയ്യുന്നതിന് പകരം കഴിഞ്ഞ ഈ പറഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ആരോപണം ഒരു ഭാഗത്ത് നിന്നോട്ടെ, അത് നമുക്ക് അവിടെ വെക്കാം. പക്ഷേ രാഷ്ട്രീയമായ ഘടകങ്ങളില്ലേ, ഒരു പാർട്ടിയുടെ സംഘടനാപരമായി പാർട്ടിയെ നിലനിർത്തേണ്ട, പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അതായത് ആ സ്ഥലത്തെ കാസ്റ്റ് മാട്രിക്സ് അറിയണം. ഹരിയാനയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജാതികളുടെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് അറിയണം. ജാതി എങ്ങനെ വോട്ടുകൾ നീങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ഇത് വേണം. ബീഹാറിൽ വരുമ്പോൾ അതിനേക്കാൾ വളരെ ആഴത്തിൽ അത് പഠിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവണം. ഇതൊന്നുമില്ലാതെ കുറേ പുറത്തുനിന്നുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാർ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ കൊണ്ട് പ്രതിഷ്ഠിച്ചു കൊണ്ടിട്ട് ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. കോൺഗ്രസ് പണ്ട് കോൺഗ്രസിന് അതാത് സംസ്ഥാനങ്ങളിൽ നേതാക്കളുണ്ടായിരുന്നു. വളരെ ആഴത്തിൽ ആ സംസ്ഥാനത്തെക്കുറിച്ച് അറിയാവുന്നവർ. അവരെ വിശ്വസിച്ചെടുത്തിട്ടാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കേന്ദ്ര നേതൃത്വം. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടുന്ന് അടിച്ചേൽപ്പിക്കുന്ന നേതാക്കൾ അവിടെ എത്രത്തോളം ഒരു നീക്കമുണ്ടാക്കാൻ അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത്. അത് ഹരിയാന ആയിരുന്നാലും മഹാരാഷ്ട്ര ആയിരുന്നാലും എവിടെയായിരുന്നാലും നിങ്ങൾ എടുത്തു നോക്കൂ. പഴയ നേതാക്കളെ എടുത്തു നോക്കൂ. ഓരോ സംസ്ഥാനത്തെയും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനുണ്ടായിരുന്ന നേതാക്കൾ ആരൊക്കെയായിരുന്നു
ആയിരുന്നു എന്നുള്ളത്. അവർക്ക് ബീഹാറിൻ്റെ താഴെ തട്ടിൽ വരെയുള്ള നീക്കങ്ങൾ അറിയാൻ വരുന്ന ആൾക്കാരായിരുന്നു. ഇതിപ്പോൾ ഒരു RJD എന്ന് പറയുന്ന ഒരു വടവൃക്ഷത്തിൻ്റെ കീഴിൽ കോൺഗ്രസ് ഒരു രണ്ടാം റോള് വഹിക്കുമ്പോൾ ഒന്നുകിൽ കൂടെ ഓടാനുള്ള ശേഷിയെങ്കിലും കോൺഗ്രസിന് ഉണ്ടാകണം. ഇത് മുട്ട് വെട്ടിയിട്ടിരിക്കുന്ന ഒരു കോൺഗ്രസ്സാണ് ബീഹാറിലുണ്ടായിരുന്നത്. കൂടെ ഓടിയിട്ട് എത്തുന്നുമില്ല. എല്ലാം കൂടി 7 സീറ്റോ 5 സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വരുന്നു. അപ്പോൾ റണ്ണിംഗ് പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഓടിയെത്താൻ കഴിയാത്തത് സ്വാഭാവികമായും മഹാഗഠബന്ധൻ സഖ്യത്തിൻ്റെ പ്രകടനത്തെ താഴോട്ട് വലിക്കുന്ന ഒരു സാഹചര്യമാണത്. അത് കോൺഗ്രസ് കാണുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ഘടകം. നമുക്കറിയാം എന്തുകൊണ്ട് 2004 മുതൽ 2014 വരെ ഇവിടെ ഒരു സർക്കാർ നിലനിന്നു, UPA സർക്കാർ നിലനിന്നിരുന്നു എന്നുള്ളത്. അന്ന് ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല 10 കൊല്ലം. ഒരു മനുഷ്യൻ ഉറങ്ങാതെ ആ സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അയാളുടെ പേര് അഹമ്മദ് പട്ടേൽ എന്നായിരുന്നു. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു 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 സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ഒരു ലേസൺ എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ആ തരത്തിലുള്ള ഒരു നേതാവിൻ്റെ ഒരു അഭാവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഒരു റീച്ച് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവണമെന്നില്ല. സോണിയാഗാന്ധിക്ക് ലഭിച്ചിരുന്ന ഒരു ബഹുമാനമോ അല്ലെങ്കിൽ സോണിയാഗാന്ധി നൽകിയിരുന്ന ഒരു ആദരവോ ഒന്നും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ലഭിക്കാത്തവരും പ്രതീക്ഷിക്കാത്തവരുമുണ്ട്. രാഹുൽ ഗാന്ധിയും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ഒരുപാട് പേരുണ്ട്. മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ഈ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തന രീതിയിൽ വന്ന മാറ്റങ്ങൾ ഈ വലിയ പരാജയങ്ങൾക്ക്, അത് മഹാരാഷ്ട്രയായിരുന്നാലും ഹരിയാനയായിരുന്നാലും ഇപ്പോൾ ബീഹാറിലായിരുന്നാലും പിന്നെ ഡൽഹിയിലായിരുന്നാലും ഒക്കെ തന്നെ വരുന്നുണ്ടോ എന്നുള്ളൊരു ഒരു ആഴത്തിലുള്ളൊരു വിശകലനം ഈ ഘട്ടത്തിൽ ആവശ്യമാണ് കോൺഗ്രസിന്. ബാക്കിയെല്ലാം നമ്മൾ സമ്മതിക്കുന്നു. രാഹുൽ ഗാന്ധി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ വിഷയങ്ങൾ ഉന്നയിക്കാനും അത് സജീവമാക്കാനും ഒക്കെ രാഹുൽ ഗാന്ധി കഴിയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മാറി സംഘടന എന്ന് പറയുന്ന ഒരു നാല് ചുവരുണ്ട്. ആ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മൾ സുധാകരനെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രായാധിക്യം കൊണ്ടാണ്. അതിനേക്കാൾ പ്രായമുള്ള ഒരാളാണ് AICC അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിന് ഒരു തലമുറ മാറ്റം രാഹുൽ ഗാന്ധിയിലൂടെ കൊണ്ടുവരാൻ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞെങ്കിൽ പിന്നെ എവിടെയോ അത് പാളിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. സംഘടനാ തലത്തിൽ പാർട്ടിയെ സജീവമാക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഉണ്ട്. വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ വിഷയങ്ങൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് അറിയണ്ടേ. നേരത്തെ മനോജ് പറഞ്ഞ പോലെ വോട്ട് ചോരി എന്ന് പറയുന്നത് ബീഹാറിലെ സാധാരണക്കാരനെ എത്രത്തോളം ബാധിക്കുന്ന ഒരു വിഷയമാണത്, ഒരു സാങ്കേതിക വിഷയമാണത്. ആ പ്രശ്നം മുൻനിർത്തി നിങ്ങൾ എത്രത്തോളം പ്രചരണത്തിന് പോയാൽ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ മറികടക്കാൻ പോകുന്നതാണോ അത്? അല്ല. അപ്പോൾ കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് ഹരിയാനയിലെ വോട്ട് ചോരിയെക്കുറിച്ച് പറയുന്നത്. 13 മാസത്തിന് ശേഷമാണ് ആ വിഷയം ഉന്നയിക്കുന്നത്. പക്ഷേ തൊട്ട് പിറ്റേന്ന് തന്നെ മാധ്യമപ്രവർത്തകർ അതിൽ പലതും പറഞ്ഞ കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ ശരിയല്ല എന്നുള്ള തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ഇത് ഏതോ ഒരു കോണിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഈ പറയുന്ന പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു സംഘം നടത്തുന്ന ചില അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ചില വിഷയങ്ങൾ പാർട്ടിക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് പല പേരുകൾ കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു സുനിൽ കനകലു കയറി വരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വഴി കേരളത്തിൽ വളരെ സീസൺഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുള്ളതാണ്. കേരളത്തിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന നേതാക്കളുള്ള സ്ഥലമല്ലേ കേരളം എന്ന് പറയുന്നത്. അത് പക്ഷേ ഒരു തലമുറ കഴിഞ്ഞ് പുതിയ തലമുറയിൽ വന്ന് നിൽക്കുന്നു. VD സതീശനായിരുന്നാലും രമേശ് ചെന്നിത്തലയായിരുന്നാലും KC വേണുഗോപാലായിരുന്നാലും ഒക്കെ അങ്ങനെ ഒരു തലമുറ അവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ വീണ്ടും ഒരാളെ കൊണ്ടുവന്ന് കേരളത്തിലെ പ്രശ്നങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും പഠിക്കാൻ. അതും തൊട്ടപ്പുറത്ത് മറുഭാഗത്ത് നിൽക്കുന്നത് CPM-നെ പോലെ സംഘടിതമായ ഒരു മെഷീനറി ഉള്ള വെൽ ഓയിൽഡ് ഒരു മെഷീനറി ഉള്ള ഒരു പാർട്ടിയോട് കുരുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള വിഷയങ്ങൾ വേണം നിങ്ങളുടെ മുന്നിലേക്ക്. അത് ബീഹാർ ആയിരുന്നാലും അതുപോലെ തന്നെയാണ്. BJP എന്ന് പറയുന്ന ഒരു മെഷീനറിയുടെ മുമ്പിൽ JDU എന്ന് പറയുന്നത് അത്ര വലിയ സംഘടന ശക്തിയില്ല. BJP എന്ന് പറയുന്ന ഒരു മെഷീനറി ഉണ്ട്. അത് കേന്ദ്രത്തിൽ നിന്നാണ് അതിനെ നയിക്കുന്നത്. പക്ഷേ ആ മെഷീനറിയുടെ മുമ്പിലാണ് നിങ്ങൾ മത്സരിക്കുന്നതെന്ന് ഓർക്കണം. അവിടെ 10 ദിവസം ഒരു ജീപ്പിൽ കയറി യാത്ര നടത്തി വോട്ട് ചോരി ഞങ്ങൾ സജീവമാക്കി എന്ന് പറയുന്നത് കൊണ്ട് കാര്യമായില്ല. ആ പോയ സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് മുസ്ലിം യാദവ ബെൽറ്റുകളാണ്. അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ. പിന്നെ EBC എന്ന് പറയുന്ന അതീവ പിന്നാക്ക വിഭാഗങ്ങളുണ്ട്, ദളിതുകളുണ്ട്. യാദവന് അധികാരം കിട്ടിയാൽ ആദ്യം തല്ലുന്നത് ബ്രാഹ്മണനെ അല്ല, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിനെ അല്ല, നേരെ താഴെയുള്ള ദളിതനെയാണ്, അല്ലെങ്കിൽ അതിപിന്നാക്ക വിഭാഗത്തെയാണെന്നുള്ള രാഷ്ട്രീയം പറയണം. അവിടെ നിങ്ങൾ
പിന്നെ തേജസ്വി യാദവിനെ കൊണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡിന് വേണ്ടി അല്ലെങ്കിൽ അതിപിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ 10 പരിപാടി നടപ്പാക്കും അധികാരത്തിൽ വന്നാലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ആരും വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതറിയാനുള്ളൊരു സംഘടനാപരമായ കഴിവ് എവിടെയോ ഒരു വീഴ്ച കോൺഗ്രസിന് പറ്റുന്നു. കഴിഞ്ഞ തവണ 19 ഉണ്ടായിരുന്നു 70. ഇത്തവണ അതിൽ നിന്നും താഴോട്ട് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ 12 എന്നുള്ളൊരു ഫിഗർ കിടക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക സൈറ്റിൽ 7 ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ കോൺഗ്രസ് ഒറ്റ അക്കത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് ഇപ്പോൾ CPI-ML 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. അതേസമയം ആർ ജെ ഡിയുടെ നമ്പറും താഴുകയാണ്. 161-69 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. 161 ഇടത്ത് NDA ലീഡ് ചെയ്യുമ്പോൾ വെറും 69 ഇടത്ത് മാത്രമാണ് മഹാഗഡ്ബന്ധൻ ലീഡ് എടുത്തിട്ടുള്ളത്. 8 ഇടത്ത് മറ്റ് കക്ഷികൾ ലീഡ് ചെയ്യുകയാണ്. മഹാസഖ്യത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുടെ ദിവസമാണ് കടന്നുപോകുന്നത്. RJD 51, കോൺഗ്രസ് 12 എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാർട്ടി തിരിച്ചുള്ള കണക്ക്. RJD 51 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. മറുഭാഗത്ത് JDU BJP-യേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 75 സീറ്റുകളിൽ മത്സരിച്ച 101-ൽ 75 ഇടത്തും JDU മുമ്പിലാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഗംഭീരമായ പ്രകടനം അവിടെ JDU-വിന് കാഴ്ചവെക്കാൻ കഴിയുന്നു. നിതീഷ് കുമാർ 20 വർഷം ഭരിച്ചതിന് ശേഷം വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. JDU അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ BJP-യേക്കാൾ മുമ്പിലാണ് JDU ഉള്ളത്. 75 ഇടത്ത് JDU, 69 ഇടത്ത് BJP എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില.